നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടക രാശിയെ കുറിച്ചാണ്. കർക്കിടകം രാശിക്ക് തുല്യമായി വരുന്ന രാശി വെസ്റ്റേൺ സിസ്റ്റപ്രകാരം ക്യാൻസർ രാശിയാണ്. ക്യാൻസർ രാശിയുടെയും നമ്മുടെ കർക്കിടകം രാശിയുടെയും രൂപം ഒന്നു തന്നെയാണ്. അത് ഞണ്ട് ആണ് അതിൻ്റെ രൂപം. ഈ സോഡിയക് സൈനിൽ ഞണ്ടിൻ്റെ രൂപം വരുന്നതിനെ പറ്റി ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ കുറച്ച് വിവരിക്കാം. അത് നമ്മുടെ ഈ കർക്കിടകം രാശിക്കും ചേർക്കാൻ പറ്റിയതാണ്. അതിൽ ചില സവിശേഷതകളൊക്കെ. ആ കഥ ഇങ്ങനെയാണ് പോകുന്നത്. ഗ്രീസില് ഒരു രാജകുമാരി, ഹീറ എന്ന ഒരു രാജകുമാരിയാണ്. അവിടെ ഹെർക്കുലിസ് എന്ന ഒരു അതിശക്തനായ ദേവൻ ഹൈഡ്ര എന്ന ഒരു വലിയ സർപ്പവുമായി ഏറ്റുമുട്ടുന്നതും ഏകദേശം നമ്മുടെ കാളിയ മർദ്ദനത്തിന് സാമ്യതയുള്ള ഒരു കഥയാണത്. അങ്ങനെ ഹെർക്കുലിസ് ഏറ്റുമുട്ടുന്നു. ഹെർക്കുലിസിനെതിരായിട്ട് ഒരു രാജകുമാരി പ്രവർത്തിക്കുന്നുണ്ട്. ആ രാജകുമാരിയുടെ പേരാണ് ഹീറ. ഈ രാജകുമാരി ഒരു പ്രത്യേകതയാണ്. അതൊരു കുടുംബത്തിൻ്റെ രാജകുമാരിയാണ്, സന്താനത്തിൻ്റെതാണ്, ഫാമിലിയുടേതാണ്, ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെതാണ്. അങ്ങനെയെല്ലാം ഉള്ള ഒരു സവിശേഷതയുള്ള രാജകുമാരിയാണ് ഹീറ. പക്ഷേ ഹെർക്കുലിസുമായി വലിയ വിരോധത്തിലായിരുന്നു. അപ്പോൾ ഹെർക്കുലിസിൻ്റെ ഈ ഒരു ടാസ്ക്, ഈ സർപ്പത്തിനെ നശിപ്പിക്കുക എന്നുള്ള ടാസ്കിനെ തടസ്സം ചെയ്യാനായിട്ട് ഹീറ അയക്കുന്ന ഒരു വലിയ ജീവിയാണ് ഞണ്ട്. ഞണ്ടിന് ഈ കഥയിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഞണ്ടിനെ അയക്കുന്നു, ഞണ്ട് പോകുന്നു, തടസ്സം നിൽക്കുന്നു. അങ്ങനെ അത് അവിടെ ഹെർക്കുലസിന്റെ ശക്തിയിൽ നശിച്ചു പോകുന്നു. ഞണ്ടിന്റെ സ്വഭാവം ഈ ഒരു കഥയിൽ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്, അത്രയേ ഉള്ളൂ. പറഞ്ഞത് അനുസരിക്കുക. അത് ഈ കർക്കിടകം രാശിയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ്. അങ്ങനെ ഹെർക്കുലിസിന്റെ ശക്തിയിൽ നശിച്ചു പോകുന്ന ഈ ഞണ്ടിന് ഹീറ നക്ഷത്രസ്ഥാനം കൊടുക്കുന്നതാണ് കഥ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതിൻ്റെ അതേ രൂപം തന്നെയാണ് ഋഷീശ്വരന്മാര് കർക്കിടക രാശി കാണുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ രൂപം ഒരു ഞണ്ടിൻ്റെ രൂപമായിട്ട് കണ്ട് അങ്ങനെയാണ് കർക്കിടക രാശിക്ക് ഞണ്ടിൻ്റെ രൂപം വരുന്നത്. എങ്ങനെയായാലും ഒരു കുടുംബത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും കഥയെല്ലാം ഇവിടെയുണ്ട്, ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർക്കിടകം രാശിയെപ്പറ്റി പറയാം. 3 പ്രധാന നക്ഷത്രങ്ങളുടെ രാശിയാണത്. പുണർദം, പൂയം, ആയില്യം. പുണർദത്തിൻ്റെ ലാസ്റ്റ് ഒരു പാദം, മറ്റ് പൂയവും ആയില്യവും പൂർണ്ണമായിട്ടും നിലനിൽക്കുന്ന, ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്ന ഒരു രാശിയാണ് കർക്കിടക രാശി. വളരെ സമ്പുഷ്ടമായ രാശിയാണ്. ഇവിടെ എല്ലാം സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും
ആർദ്രതയുടെയും ഒരു രാശിയാണിത്. കാരണം ഈ ഈ പൂയം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് ശനിയുടെയും ബൃഹസ്പതിയുടെയും നക്ഷത്രമാണ്. അതിൻ്റെ അടയാളം പശുവിൻ്റെ അകിടാണ്, സേവനമാണ്, നർച്ചറിങ് ആണ്. പൂർണ്ണമായിട്ടും നർച്ചറിങ്, സേവനം, ആത്മാർത്ഥത, വൈകാരിക ഭാവങ്ങൾ ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു രാശിയാണിത്. കാരണം ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട്. കൂടാതെ ഇവിടെ ഒരു വലിയ ത്യാഗത്തിൻ്റെ ഒരു ഘടകം കൂടി ഈ രാശിയിലുണ്ട്. അത് ആദിശേഷൻ്റെ കഥയാണത്. ആദിശേഷൻ്റെ ശക്തി മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം, ഭൂമിദേവി ആവശ്യപ്പെട്ടത് പ്രകാരം ഭൂമിയുടെ ചലനത്തെ നിയന്ത്രിച്ച് മാനവരാശിക്ക് നിലനിൽക്കാൻ വേണ്ടി എന്നും ഭൂമിയെ താങ്ങി നിൽക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്, പ്രതിഭാസമാണ് ആദിശേഷൻ. ഈ ആദിശേഷനോട് ഈ ഭൂമിയെ താങ്ങി നിൽക്കാനുള്ള ഒരു മഹത്തായ അതിശക്തമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ സ്നേഹത്തോടുകൂടി, അവിടെയും ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആണ്. അതുപോലെ തന്നെ എന്താണോ ദൈവങ്ങൾ പറഞ്ഞത് അതുപോലെ ആദിശേഷൻ അനുസരിക്കുന്നു. ആ വലിയ കാര്യം ഏറ്റെടുത്ത് ഇന്നും ഭൂമിയെ താങ്ങി നിൽക്കുകയാണ്. ഈ താങ്ങി നിൽക്കുന്ന അവസരത്തിലും ആദിശേഷൻ നാരായണ മന്ത്രമാണ് ജപിക്കുന്നത്. അതാണ് അതിൻ്റെ അത്ഭുതം. അതാണ് ആ സേവനത്തിൻ്റെ പ്രാധാന്യം. അതാണ് അത്തരം സേവനങ്ങളാണ് കർക്കിടക രാശിയിൽ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു വശമില്ല ആ സ്നേഹത്തിന്. കർക്കിടക രാശിക്കാരുടെ സ്നേഹത്തിന് മറ്റൊരു വശമില്ല. അവർ എല്ലാം വളരെ സിൻസിയറായിരിക്കും, വളരെ സ്നേഹസമ്പന്നന്മാരായിരിക്കും, അവർ അതിബുദ്ധിമാന്മാരായിരിക്കും. കാരണം ഈ സർപ്പസങ്കല്പം എപ്പോഴും അതീന്ദ്രിയ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് ഈ കുണ്ടലിനി ശക്തിയൊക്കെ അത് സർപ്പങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഈ കർക്കിടക രാശിയിലുണ്ട്. അത് ഇൻറ്റ്യൂഷനാണ്. സ്നേഹത്തിനുപരി അതിന് പല ഉൾക്കാഴ്ചകളും ഉണ്ടാകും ഈ രാശിക്കാർക്ക്. നമ്മളെ പലതരത്തിലുള്ള ഗൈഡൻസിനും അവർക്ക് സാധിക്കും. പുതിയ പുതിയ വഴികൾ, സ്പിരിച്വലായിട്ടുള്ള വഴികളും മനുഷ്യൻ്റെ ജീവിതത്തിലും പുതിയ പുതിയ പാന്താവുകൾ വെട്ടിത്തുറക്കാൻ പറ്റിയ ചിന്താശേഷിയുള്ള ഒരു രാശിയാണ് കർക്കിടകം. ബുദ്ധിയുടെ രാശിയാണ്. കാരണം അവിടെ ചന്ദ്രനും ഉണ്ട്. ചന്ദ്രൻ കുറച്ചുകൂടി ലൗകികമാണ്. ലൗകികവും ഈ രാശിയിൽ കൂടുതലായിട്ടുണ്ട്. സ്നേഹം അങ്ങനെ തന്നെ ഈ ലൗകികം കൂടിപ്പോയത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഈ രാശിയിലുണ്ട്. കൂടുതൽ ടെൻഷൻ വരും, കൂടുതൽ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരും ഈ രാശിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ബുദ്ധിമാന്മാരുടെ രാശിയാണ്, സ്നേഹസമ്പന്നന്മാരുടെ രാശിയാണ്. പലതരം കലകളിലും ചിന്തകളിലും ഒക്കെ ശോഭിക്കാൻ കഴിവുള്ളവരാണ്. ഈ രാശിയിലാണ് ഇതിൻ്റെ ഒരു പവിത്രത നമുക്ക് കാണുന്നത്. വ്യാഴം ഉച്ചത്തിൽ വരുന്നത് ഈ കർക്കിടക രാശിയിലാണ്. കാരണം വ്യാഴത്തിന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് വ്യാഴം കർക്കിടകത്തിൽ വന്ന് ഉച്ചനാകുന്നത്. അപ്പോൾ അവിടെ ഈ രാശിയുടെ പ്രത്യേകതയാണ്. പൂയം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് നറിഷ്മെൻ്റാണ്. പശുവിൻ്റെ അകിട്, ഇതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കർക്കിടക രാശിയെപ്പറ്റി പറയുമ്പോൾ അത് സ്നേഹസമ്പന്നമായ ഒരു രാശിയാണ്.
അത് നമ്മൾ ശ്രദ്ധിക്കുക, രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് വരുമ്പോൾ ഡിപ്രഷനൊക്കെ സംഭവിക്കും. ആ ഡിപ്രഷൻ വരാതിരിക്കാൻ ശ്രമിക്കണം. കാരണം കർക്കിടകം രാശിയുടെ 5-ാം രാശി വരുന്നത് ഈ വൃശ്ചികമാണ്. അവിടെ ഈ ചന്ദ്രൻ നീചമാണ്. അവിടെയുള്ള കുജൻ ഈ ലഗ്നത്തിൽ വരുമ്പോൾ, കർക്കിടകത്തിൽ വരുമ്പോൾ കുജനും നീചമാണ്. പക്ഷെ പല അവസരങ്ങളിലും ഈ നീചത്വം ക്യാൻസലായി പോകുന്നത് നമുക്ക് കാണാം. കാരണം പരിവർത്തന യോഗങ്ങൾ പതിവായി കാണുന്ന ഒരു യോഗമാണത്. കൂടാതെ ഋഷീശ്വരന്മാർ തന്നെ പറയുന്നുണ്ട്, കർക്കിടകത്തിൽ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഗ്രഹങ്ങളുടെയും നീചഭംഗങ്ങൾ കാണുന്നത്. നീചഭംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്ലാനറ്റ് ചന്ദ്രനാണ്. ഏത് ഗ്രഹവും നീചത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉച്ചത്തിൽ നിന്നുള്ള ചന്ദ്രൻ്റെ വീക്ഷണം അത് നീചഭംഗ രാജയോഗമാണ്. അല്ലെങ്കിലും ഋഷീശ്വരന്മാർ പറയുന്നു, കർക്കിടകത്തിലെ കുജൻ നീചത്വം കുറവാണ്. കാരണം കർക്കിടക രാശി തന്നെ നീചഭംഗം ചെയ്യുന്ന രാശിയാണ്. അങ്ങനെ പലതരത്തിലും ദോഷങ്ങളുണ്ടെങ്കിലും റിച്ച് വിത്ത് സദ്ഗുണങ്ങളാൽ പൂർണ്ണമായും ധനികമായിട്ടുള്ള ഒരു രാശിയാണ് കർക്കിടകം രാശി. ഇവിടെ 3 നക്ഷത്രങ്ങളുണ്ട്, 3 ഞാറ്റുവേലകളുണ്ട്. പൂയം, ആയില്യം ഞാറ്റുവേലകളൊക്കെ ഭൂമിയെ സമ്പുഷ്ടമാക്കി കൃഷികൾ വളർന്ന് വരുന്ന ഒരു കാലഘട്ടമാണ്. ഭൂമി വളരെയധികം ഫെർട്ടൈലായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഈ കർക്കിടക രാശിയിൽ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ എന്തിനാണ് എന്നുള്ളതെല്ലാം ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അതിൻ്റെ വിശദമായി നിങ്ങൾ പഠിക്കണം. കാരണം ഇതൊക്കെ ഈ രാശിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വളരെ ഹ്യൂമാനിറ്റേറിയൻ സ്വഭാവങ്ങൾ അടങ്ങിയ രാശിയാണ്. എല്ലാ ആൾക്കാരെയും സേവിക്കണം. ഇതാണ് ഈ രാശിയുടെ പ്രാധാന്യം. ആശ്രയിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കാര്യത്തിലൊന്നും കർക്കിടക രാശിക്കാർ പിന്നിലല്ല. അവർക്ക് ഒരാളുടെ തണല് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. കാഴ്ചക്ക് ഒരു വലിയ കാര്യങ്ങളൊന്നും പറയാത്ത ഒരാളാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് അടുത്താൽ ഈ രാശിക്കാർ അവരുടെ എല്ലാ വിഷമതകളും പറയും. അവർക്ക് ഒരു താങ്ങ് കിട്ടാൻ അവർ എന്നും ആഗ്രഹിക്കുന്നവരാണ്. കർക്കിടകൻ രാശിക്കാർക്ക് പലതരം മാനസികമായിട്ടുള്ള പലതരം സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഒരു രാശിയാണ്. കഴിവുള്ള രാശിയാണ്. അസുഖങ്ങളെ പറ്റിയൊക്കെ, ഡിപ്രഷൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. കാരണം ഈ മൊത്തത്തിൽ ചന്ദ്രൻ്റെ ബലക്ഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ രാശിക്കാർക്ക് അതിൻ്റെതായ സ്വഭാവ വിഷമതകളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ രാശികളിൽ വളരെ ഉത്തമം, വിശ്വസിക്കാൻ പറ്റിയ, സ്നേഹിക്കാൻ പറ്റിയ ജനങ്ങൾ ജനിച്ച ഒരു രാശിയാണ് കർക്കിടകം. കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം.